ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? എംബ്രേസ് ചലഞ്ചസ്. ചലഞ്ചസിനെ ഫേസ് ചെയ്യാൻ ഒരിക്കലും മടി വിചാരിക്കരുത്. ആ മടി വിചാരിക്കുന്ന മൊമെൻറ്റിൽ നമ്മൾ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് ബിലീവ് ഇൻ യുവർ പൊട്ടൻഷ്യലാണ്. താങ്കൾക്കുള്ളിലെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ആ പൊട്ടൻഷ്യലിൽ താങ്കൾക്ക് വിശ്വാസമുള്ളാത്തിടത്തോളം മറ്റാരും വന്ന് താങ്കളെ മോട്ടിവേറ്റ് ചെയ്യാനില്ല. സോ ദ ഫസ്റ്റ് മോട്ടിവേറ്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജമാണ്, നിങ്ങളുടെ മനസ്സ് തന്നെയാണ്. തേർഡ് വൺ, യു ഹാവ് ടു റിമെമ്പർ ദാറ്റ് കൺസിസ്റ്റൻസി ഈസ് ദ കീ. കൺസിസ്റ്റൻ്റായി ഒരു കാര്യം ചെയ്യുക. എത്ര ചെറിയ കാര്യമായിക്കൊള്ളട്ടെ, എത്ര മൈന്യൂട്ടെന്ന് മറ്റുള്ളവർ വിളിക്കുന്ന കാര്യമായിക്കൊള്ളട്ടെ, ആ കാര്യം കൺസിസ്റ്റൻ്റായി നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഓർത്ത് നോക്കിയല്ലോ. നാലാമത്തേത്, ചൂസ് റെസിലിയൻസ് ഓർ പെർഫെക്ഷൻ. പെർഫെക്ഷൻ എന്നുള്ളത് ഒരു വിദൂര സ്വപ്നമായിരിക്കാം ഒരു പക്ഷേ നമ്മൾ തുടങ്ങുമ്പോൾ. അതിനെപ്പറ്റി നമ്മൾ ആദ്യം കൺസേൺഡ് ആവുകയേ വേണ്ട. റെസിലിയൻസ് ആണ്, പിടിച്ചു നിൽക്കുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പരമപ്രധാനം. പെർഫെക്ഷനെ പറ്റി ആദ്യം നിങ്ങൾ ഒരുപാട് ചിന്തിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ യാത്ര ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായി മാറിയേക്കാം. സോ റിമെമ്പർ ടു ചൂസ് റെസിലിയൻസ് ഓർ പെർഫെക്ഷൻ. അഞ്ചാമത്തേത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യുവർ ഫ്യൂച്ചർ ഈസ് ഇൻ യുവർ ഹാൻഡ്സ്. സോ ടേക്ക് ഓണർഷിപ്പ് ഓഫ് ഇറ്റ്. അതിൻ്റെ ഓണർഷിപ്പ് എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഈ 5 കാര്യങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആ റിസൾട്ട് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ഒന്നായിരിക്കും. താങ്ക് യു.